ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു 3 ഫേസ് ഡി ബിയുടെ കണക്ഷനും അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളുമാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ തന്നെ കാണുമ്പോൾ 3 ഫേസ് ഡി ബിയുടെ തുടങ്ങുമ്പോൾ തന്നെ നോക്കിയിട്ട് നമുക്ക് മീറ്റർ ബോക്സിലേക്ക് പോകണം. മീറ്റർ ബോക്സ് വഴിയാണ് ഏറ്റവും ആദ്യം തുടങ്ങുന്നത്. അവിടെയാണ് മീറ്റർ വരുന്നത്. 3 ഫേസ് മീറ്റർ അവിടെയാണ് വരുന്നത്. ഇതിപ്പോൾ ഓൾറെഡി കണക്ഷൻ കിട്ടുന്നതിന്, ഒരു വീടിന് കണക്ഷൻ കിട്ടുന്നതിന് മുന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അവളുടെ മീറ്റർ ഓൾറെഡി കണക്ഷൻ കിട്ടിയതിന് ശേഷം സമയത്താണ് മീറ്റർ വയ്ക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി മീറ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് 3 ഫേസിലേക്കാണ് വരുന്നത്. 3 ഫേസ് കണക്ഷൻ RYB ഇതിലേക്കാണ്. ആ മീറ്ററിൽ നിന്ന് ഡയറക്റ്റ് ഫ്യൂസിലേക്ക് 3 ഫ്യൂസിലേക്ക് കണക്ഷൻ വരും. അതിനുശേഷം ആ ഫ്യൂസിൽ നിന്നും ആ 3 ഔട്ട് നേരെ ഓൾറെഡി നമ്മുടെ ഡി ബിയിലേക്കാണ് പോകുന്നത്. അതും ഇതുപോലെ തന്നെ RYB, ഈ RYB പിന്നെ ന്യൂട്രൽ, ഇങ്ങനെ 4 വയറാണ് മീറ്റർ ബോക്സിൽ നിന്നും നേരെ വരുന്നത് ഡി ബിയുടെ ഐസൊലേറ്ററിലേക്കാണ് വരുന്നത്. 63 ആംസ് 3 ഫേസ് ഐസൊലേറ്ററിലേക്ക് വരുന്നു. നിങ്ങൾക്ക് കാണാൻ കഴിയും ഐസൊലേറ്ററിൻ്റെ അടിയിൽ RYB, പിന്നെ അതിൽ നിന്നും ന്യൂട്രൽ, അതിൻ്റെ ഔട്ട് മുകളിൽ നിന്ന് ആ സെയിം കളർ തന്നെ നേരെ RYB പിന്നെ ബ്ലാക്ക്, ഈ 3 വയറും നേരെ ഔട്ട് പോകുന്നത് നേരെ ELCBയുടെ ഇന്നിലേക്കാണ്. ഐസൊലേറ്ററിൽ നിന്ന് ഡയറക്റ്റായിട്ട് ELCBയുടെ ഇന്നിലേക്ക് വരും. RYB പിന്നെ ബ്ലാക്ക് ന്യൂട്രൽ. ഇത് വന്നിട്ട് നേരെ ELCBയിലേക്ക് വന്നിട്ട് ELCBയുടെ ഔട്ട് വരുന്നത് RY. ഇത് കറക്റ്റായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. RYB പിന്നെ അതിൽ ന്യൂട്രൽ മാർക്ക് ചെയ്തിട്ട് ന്യൂട്രൽ. ഇത് നേരെ പോകുന്നത് സെലക്ടറിലേക്കാണ് വരുന്നത്. ഞാൻ പറഞ്ഞു 3 ഫേസ് ഡി ബി ആണ്. അപ്പോൾ 3 ഫേസ്, അതായത് 3 ഫേസ് വരുന്നത്. ഈ 3 ഫേസും സെലക്ട് ചെയ്യുന്നതിന് 3 സെലക്ടറാണ്, സെലക്ടർ സ്വിച്ചാണ് വരുന്നത്. 1 ഫേസ് നമുക്കിത് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അതിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് LNTയുടെ സെലക്ടറാണ് കാണിച്ചിരിക്കുന്നത്. LNT അതിൻ്റെ ഓഫ് പൊസിഷൻ ഉണ്ട്, ഓഫ് പൊസിഷൻ. പിന്നെ ഫസ്റ്റ് ആദ്യത്തെ ഫേസ് സെലക്ട് ചെയ്യുക, രണ്ടാമത്തെ ഫേസ് സെലക്ട് ചെയ്യുക. അത് അടുത്ത സെലക്ടറിൽ നമുക്ക് ഓരോന്നും മാറി ഇടാൻ പറ്റും. അത് രണ്ടാമത്തെ ഫേസ് 2ലേക്ക് ഇടുക. അതായത് അടുത്ത മൂന്നാമത്തെ സെലക്ടറിൽ മൂന്നാമത്തെ ഫേസ് 3ലേക്ക് ഇടുക. അപ്പോൾ RYB ആ 3 കളർ കോഡിംഗ് ആണ് ആ കൊടുത്തിരിക്കുന്ന സെലക്ടറിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ആ LNTയിൽ തന്നെ സെലക്ടറിൽ നമ്മൾ നോക്കി അറിയാൻ പറ്റും. അതിനുശേഷം പിന്നെ ന്യൂട്രലിൻ്റെ കണക്ഷനാണ് അവിടെ കൊടുത്തിട്ടുണ്ട്, ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നും ഫസ്റ്റ് സെലക്ടറിൻ്റെ റെഡ്, അത് 6ൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വരുന്നത് ഈ MCBകളുടെ താഴെയാണ് വരുന്നത്. നമ്മൾ എത്ര MCBകളാണോ, എത്ര സർക്യൂട്ടുകൾ, MCB ഉദ്ദേശിച്ച സർക്യൂട്ടുകൾ എത്രയാണോ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ MCBകളുടെ താഴെയാണ് സർക്യൂട്ടുകൾ വരുന്നത്. ഇതിപ്പോൾ സർക്യൂട്ടുകൾ ഞാൻ കൊടുത്തിട്ടില്ല, അതിന് മുന്നുള്ള വീഡിയോ ആണ്. ഇനി അടുത്തത് രണ്ടാമത്തെ സെലക്ടറിൽ നിന്ന് Y കണക്ഷൻ നേരെ അടുത്ത സെക്ഷൻ വരുന്നത് അടുത്ത MCBകളുടെ താഴെയാണ് വരുന്നത്. MCBകളുടെ താഴേക്ക് കൊടുക്കുന്നു. അത് എല്ലാ MCBകളും ഒന്നിച്ച് ലിങ്ക് ചെയ്തിരുന്ന ഒരു ലിങ്കർ ഉണ്ട്, അതുവഴി കൊടുക്കുന്നു. അതിൽ നിന്നാണ് നമുക്ക് ഔട്ട് എവിടേക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ MCBകളെല്ലാം തന്നെ 25, 16, 10 ഇങ്ങനെ ഓൾറെഡി സെലക്ട് ഉള്ള MCBകളാണ്. ഈ മൂന്നാമത്തെ ബ്ലൂ മൂന്നാമത്തെ ഫേസാണ്. ഈ മൂന്നാമത്തെ ഫേസ് വന്നിട്ട് അടുത്ത സെക്ഷൻ MCBകളുടെ സെൻറ്ററിലേക്ക് കൊടുക്കുന്നു. MCBകളുടെ താഴെയാണ് കൊടുക്കുന്നത്. ഈ 3 ഫേസും ഈക്വൽ ലോഡ് വരാൻ വേണ്ടിയിട്ടാണ് 3 സെക്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. 3 ഫേസിലും ഈക്വൽ ലോഡ് വരുന്ന രീതിയിൽ 3 സ്റ്റെപ്പായിട്ട് 3 MCBകളുടെ ലെയറിൽ സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ന്യൂട്രൽ നമ്മൾ ELCBയുടെ അല്ലെങ്കിൽ RCCBയുടെ ഔട്ട്, ഞാൻ നേരത്തെ കാണിച്ച ഔട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് ആ കാണുന്ന ലിങ്കറുകളാണ്. ആ 3 ലിങ്കർ ഉണ്ട്. ആ 3 ലിങ്കറിലേക്കാണ് ന്യൂട്രൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ വീടിൻ്റെ എല്ലാ റൂമുകളിൽ നിന്ന് എല്ലാ സ്ഥലത്തും വരുന്ന ന്യൂട്രലുകളെല്ലാം ലിങ്ക് ചെയ്തിട്ട് ആ ലിങ്കറിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടേക്കാണ് നമ്മുടെ ഈ ന്യൂട്രൽ ELCBയുടെ ഔട്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത സെക്ഷനാണ് എർത്ത് സെക്ഷൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ സ്ഥലത്തുനിന്നും വരുന്ന എർത്തുകളെല്ലാം അടുത്ത ലിങ്കറാണ്. ആ ഡി ബിയുടെ സൈഡിൽ തന്നെ ലിങ്കറിൻ്റെ 2 ലിങ്കറുകളുണ്ട്. 2 ലിങ്കറിലും കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്, എർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരെർത്ത് ഡയറക്റ്റായിട്ട് ഡി ബിയിലേക്ക് മീറ്റർ ബോക്സിലേക്കാണ്. ഈ ഡി ബിയിൽ നിന്ന് മീറ്റർ ബോക്സിലേക്ക് പോയിട്ട് മീറ്റർ ബോക്സിൻ്റെ താഴെ നമ്മൾ എർത്ത് ചെയ്ത് കൊടുക്കും. ഇനി ഇത് ഒരു ഇൻവെർട്ടറിൻ്റെ കണക്ഷനാണ്. ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ സെപ്പറേറ്റ് മാറ്റിയിരിക്കുന്ന 2 MCBകളാണിത്. ഇൻവെർട്ടറിൻ്റെ സെക്ഷനിലേക്ക് വരുന്ന MCB, പിന്നെ അതിനുശേഷം ഇൻവെർട്ടറിൻ്റെ സെക്ഷനിൽ നിന്ന് റിട്ടേൺ വന്നിട്ട് ഓൾറെഡി വീടിലേക്ക് മൊത്തം പോകുന്ന
ഒരു രണ്ടാമത്തെ MCB. അങ്ങനെ 2 MCBകളാണ് ഇൻവെർട്ടറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ പറഞ്ഞ് ഐസൊലേറ്റർ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കണം. ഐസൊലേറ്റർ ആദ്യമേ തന്നെ ഓൺ ആക്കുക. അപ്പോൾ സപ്ലൈ ഓൾറെഡി ELCBയിലേക്ക് വന്നു. ഇനി ELCB നമ്മളൊന്ന് ഓൺ ആക്കുക. ELCB ഓൺ ആക്കുമ്പോൾ ELCBയിൽ നിന്ന് ELCBയിൽ സപ്ലൈ വന്നു. ഓൾറെഡി ELCB ഓൺ ആക്കിയപ്പോൾ സെലക്ടറിൻ്റെ എല്ലാ സ്വിച്ചുകളും കഴിഞ്ഞു. എല്ലാ ഫേസും, ഒന്നാമത്തെ ഫേസ്, രണ്ടാമത്തെ ഫേസ്, മൂന്നാമത്തെ ഫേസ്, അങ്ങനെ 3ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഈ 3 ഫേസിലേക്കും വന്നു. അതിൻ്റെ സ്വിച്ചുകളാണ്, ആ ഇൻഡിക്കേഷൻ സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഡിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്വിച്ചുകളാണ്. നമുക്കത് ഓഫ് ചെയ്തിടണമെങ്കിൽ ഓഫ് ചെയ്തിടാം. ഇത് ഒന്നാമത്തെ ഫേസ്. ഒന്നാമത്തെ ഫേസിന് നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ഫേസിൻ്റെ സ്വിച്ച് ഞാൻ ഒന്നാമത്തെ സെലക്ടറിൻ്റെ ഒന്നിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ MCBകളുടെ താഴെ നമ്മൾ ജസ്റ്റ് ടെസ്റ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. ഓൾറെഡി കണ്ടോ, അവിടെ ഓൾറെഡി സെലക്ടറിൽ നമ്മൾ ഓൾറെഡി സപ്ലൈ ഓൾറെഡി ആ MCBകളുടെ താഴെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ സെലക്ടറിൽ നിന്ന്, അതായത് 6 റെഡിൽ നിന്നും സെലക്ടർ വഴി ഒന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇനി അത് ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ഇൻഡിക്കേഷൻ നിന്നു. ഇപ്പോൾ അവിടെ ഓൾറെഡി സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു ഫേസ് സെലക്ട് ചെയ്യാം. ഒറ്റ സെലക്ടറിൽ തന്നെ 3 ഫേസും സെലക്ട് ചെയ്യാം. അത് അവിടേക്ക് വേണമെങ്കിൽ സപ്ലൈ ഓഫ് ചെയ്തിടണമെങ്കിലും ആ സെലക്ടറിൻ്റെ സ്വിച്ച് നമ്മൾ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിലേക്കുള്ള സപ്ലൈയും ഓഫായി പോകും. അപ്പോൾ മറ്റ് 2 സെലക്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഏത് സെലക്ടർ വേണമെങ്കിൽ സെക്ഷൻ ഓഫ് ചെയ്തിടാനും നമുക്ക് പറ്റും. അടുത്തത് വൈയുടെ സെക്ഷനിൽ സപ്ലൈ ഉണ്ട്. അതുപോലെ തന്നെ ബ്ലൂവിൻ്റെ സെക്ഷനിലും സപ്ലൈ വന്നിട്ടുണ്ട്. ബ്ലൂ, യെല്ലോ, റെഡ്. ഇനി ഒന്നാമത്തെ റെഡിൻ്റെ പൊസിഷൻ നമുക്കൊന്ന് രണ്ടാമത്തെ അതായത് ഒരു റോട്ടറി തന്നെ 3 ഫേസും ഞാൻ സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. 3 ഫേസും നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്തതിലും നമുക്ക് 3 സെലക്ടറിൽ വരുന്ന രീതിയിൽ 3 സെലക്ടർ. ഇത് എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വീടുകളിൽ 3 ഫേസും എല്ലാ സമയത്തും കറക്റ്റായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ ആ സെക്ഷനിലുള്ള ഒന്നാമത്തെ ഫേസ് പോയിട്ടുണ്ട് ആ സമയത്ത് ആ ഫേസിലുള്ള സെക്ഷനിൽ സപ്ലൈ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആ ഒന്നാമത്തെ ഫേസ് മാറ്റിയിട്ട് നമുക്ക് ബാക്കി 2 ഫേസിലുണ്ടെങ്കിൽ അതിലേക്ക് ചേഞ്ച് ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ ഒരു ഫേസ് മാത്രമുള്ളെങ്കിലും എല്ലാ സെലക്ടറുകളും ഒന്നിലേക്ക് ഇട്ടാൽ മതി. എല്ലാം ഒന്നെന്ന് പറയുന്ന നമ്പറിലിട്ടാൽ ഒറ്റ ഫേസിൽ വർക്ക് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഫേസ് സെലക്ട് ചെയ്യാം. 3 ഫേസ് ഉള്ളതുകൊണ്ട് കറണ്ട് നമുക്ക് 3 ഫേസിലും ഏതെങ്കിലും ഒരു ഫേസിൽ പോയാൽ ബാക്കി 2 ഫേസ് ഉപയോഗിക്കാം. ഇനി 2 ഫേസ് പോയി ഒറ്റ ഫേസ് ഉള്ളെങ്കിൽ കൂടിയും നമുക്ക് ഈ റോട്ടറീസ് ഉപയോഗിച്ചിട്ട് എല്ലാ സെക്ഷനും, അതായത് ഒന്നിലേക്ക് ഏത് സെക്ഷനിലാണോ കറണ്ട് ഉള്ളത് അതിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ വീട്ടിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിൽ 3 ഫേസ് 3 ഫേസ് കണക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് കറണ്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല. കാരണം ഏതെങ്കിലും ഒരു ഫേസിൽ സപ്ലൈ ഉണ്ടാവും. ഇത് ഇൻവെർട്ടറിൻ്റെ സെക്ഷനാണ്. ഇൻവെർട്ടർ സെക്ഷൻ നമ്മൾ അതിലേക്ക് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ ആ സെക്ഷനിലേക്ക് ചാർജിങ് സെക്ഷനിലുള്ള MCB ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇപ്പോൾ ചാർജിങ് സെക്ഷൻ ഓൺ ചെയ്തു. ചാർജിങ് സെക്ഷനിൽ നിന്ന് റിട്ടേൺ വന്നിട്ട് നമ്മുടെ വീടുകളിലേക്ക് എല്ലാ റൂമുകളിലേക്കും കാര്യങ്ങളിലേക്കും കൊടുത്തിരിക്കുന്ന ഇൻവെർട്ടറിൻ്റെ സെക്ഷനിലേക്ക് സപ്ലൈ പോയി. അപ്പോൾ 2 MCB സെപ്പറേറ്റ് ഓൾറെഡി ഇൻവെർട്ടറിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ഈ വയറുകളെല്ലാം കൊടുത്തിട്ടില്ല. അത് DB ഡ്രസ്സിങ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഈ വയറുകളെല്ലാം തന്നെ ഏത് സെക്ഷനിലേക്ക് ചെക്ക് ചെയ്ത് നോക്കി ആംബിയറുകൾ, AC, ഹീറ്ററുകൾ, പവർ സർക്യൂട്ടുകൾ അതെല്ലാം സെപ്പറേറ്റ് ചെക്ക് ചെയ്ത് നോക്കി ഈ വയറുകളെല്ലാം നമുക്ക് MCBകളുടെ മുകളിൽ കൊടുത്ത് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ DB ഇതുപോലെ തന്നെ അതിന് സെപ്പറേറ്റ് പ്ലേറ്റുകളുണ്ട്. ആ സൈഡും പ്ലേറ്റ് ഉണ്ട്, ഈ 2 സൈഡും പ്ലേറ്റ് ഉണ്ട് സെപ്പറേറ്റ്. അത് ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങൾ കാണിച്ചു തരുന്നതാണ്. ഫുൾ DB വയറിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡോറ് വെച്ച് ക്ലിയർ ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽ കാണിച്ചു തരുന്നതാണ്. ELCB ഐസൊലേറ്റർ വരുന്ന ഭാഗമാണ് ELCB ഐസൊലേറ്റർ. അത് ഐസൊലേറ്ററിൻ്റെ ആ സെക്ഷനാണ് വരുന്നത്. ഐസൊലേറ്ററിൻ്റെ സെക്ഷനിൽ നമ്മൾ അത് നോക്കി കറക്റ്റായിട്ടാണ് മുകളിൽ താഴേക്ക് ഇട്ടുണ്ടെങ്കിൽ ഓഫ്, മുകളിലേക്ക് ഇട്ടുണ്ടെങ്കിൽ ഓൺ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ELCBയിൽ നമ്മൾ ടെസ്റ്റ് ബട്ടൺ ഓൾറെഡി ഉണ്ട്. ആ ടെസ്റ്റ് ബട്ടൺ മന്ത്ലി ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ നീല ബട്ടൺ ELCBയുടെ ടെസ്റ്റ് ബട്ടൺ അതിൽ കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്നാണ് കമ്പനി പറയുന്നത്. അല്ലെങ്കിൽ അത് കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് ഉണ്ട്. ജസ്റ്റ് ഒരു മാസം കൂടുമ്പോഴെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ബെറ്ററാണ്. അത് ഈ എർത്ത് ലീക്കേജ് കറക്റ്റ് ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്തൊന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലൊരു
രീതിയാണ്. അത് കമ്പനി തന്നെ ELCB ഏതാണോ കമ്പനി തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ആ വയറുകളെല്ലാം തന്നെ ഏത് സെക്ഷനിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു. AC-യുടെ സെക്ഷൻ അങ്ങനെ എല്ലാ സെക്ഷനും വേണ്ട MCBകളുടെ ആംബിയർ എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇനി AC-യുടെ അങ്ങനെ എന്തെങ്കിലും ആംബിയറുകൾ ഏതൊക്കെ കൊടുക്കണം, ഏതൊക്കെ MCBകളാണ് കൊടുക്കണമെന്ന് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ ഒരുപാട് ദീർഘമായെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതൊന്നും പറയാനായിട്ട് സമയമുണ്ടാവില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് അടുത്ത വീഡിയോ നമുക്കത് ചെയ്യാം. അതുപോലെ തന്നെ AC-യുടെ ഇങ്ങനെ ഓരോ MCBകൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ആംബിയറിനനുസരിച്ചിട്ടാണ്. ആംബിയർ അനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് DB അടയ്ക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് DBയുടെ വർക്ക് എല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇനി DBയുടെ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ DBയുടെ കവറിംഗ് ആണ് വരുന്നത്. ELCB ഐസൊലേറ്ററിൻ്റെ കവറിങ് വന്നു. അതിനുശേഷം MCBകളുടെ ആ സെലക്ഷനിലുള്ള കവറിങ് വന്നു. ഈ DB കുറച്ചുകൂടി നീറ്റ് DB ആണ്, ഒതുങ്ങിയ DB ആണ്. 8-way ആണ് കേട്ടോ, 8-way DB ആണ്. അതായത് ഒറ്റ സെക്ഷനിൽ ഡോറിൻ്റെ സെക്ഷനിലേക്ക് കറക്റ്റായിട്ട് കയറാം. ഇത് V-ഗാർഡിൻ്റെ DB ആണ്. V-ഗാർഡിൻ്റെ DB 8-way സെക്ഷനാണ്. അതായത് ഒറ്റ MCBകളുടെ ഞാൻ പറഞ്ഞ 3 ഫേസ് സെലക്ട് ചെയ്യുന്നത്. ആ 3 ഫേസിൽ ഒറ്റ സെലക്ഷനിൽ തന്നെ 8 MCBകൾ ഇരിക്കുക. അപ്പോൾ 8 × 3 24 MCBകൾ മാത്രം ഉപയോഗിക്കാം. ഈ ഐസൊലേറ്ററും ELCB ഒഴിച്ച് മാറ്റിയിട്ട് പോലും 24 MCBകൾ നമുക്ക് ഇതിൻ്റെ അത് ഉപയോഗിക്കാം. 8-way DB, 6-way DB അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് എന്നാൽ. ഓക്കെ.